ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീട്ടിലിരുന്ന ഡിപ്രഷൻ വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ജസീലിന് ഒരുപാട് മാനസിക പീഡനം ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 3/4 മണിക്കൂർ ദൂരെയുള്ള ചാവക്കാട് 4 മണിക്കാറ്റിലേക്ക് നമ്മൾ പുറപ്പെടുന്നത്. ആദ്യം നമ്മൾ ഉപ്പമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. ഉപ്പമ്മയുടെ വീട് ഭയങ്കര രസമാണ്, പഴയ ഓടിട്ട വീട്. പിന്നെ റോഡ് സൈഡിൽ ഒരു കരിമ്പ് കട കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തി. ഞാനൊരു കരിക്ക് ഫാനാണ്. കരിമ്പ് എനിക്കങ്ങനെ തീരെ ഇഷ്ടമല്ല. എന്നാലും ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കാറിങ്ങനെ നിർത്തി പോണതാണ് അതിൻ്റെ ഒരു വൈബ്. ആ വൈബിന് വേണ്ടിയിട്ട് ഞാനും അവരുടെ കൂടെ ഇറങ്ങി. മീറ്റ് അഗ്ഗു ആബ, ട്വിൻസ് ആണ്, ജസീലിൻ്റെ സിസ്റ്റേഴ്സാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകാനുള്ള അത്ര വേർത്തൊന്നുമല്ല, പക്ഷേ സ്ഥലം കൊള്ളാം. കയാക്കിങ് ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ പോയത്. പക്ഷെ അവിടെ പെഡൽ ബോട്ടും വഞ്ചിയേ കണ്ടുള്ളൂ. പിന്നെ ആ വിഷമത്തിന് ഒരു ഉപ്പിലിട്ട പൈനാപ്പിളും കഴിച്ച് ഞങ്ങളുടെ ബോട്ടിന് വേണ്ടി കാത്തു നിന്നു. കുട്ടി ബോട്ടിൽ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഓക്കേ. എനിക്കിടക്ക് തോന്നും സായിയും ജന്നയും ഈ അഗ്ഗുവിന് ജനിക്കാതെ പോയ മക്കളാണ്. നാളെ അവൾക്കൊരു കുട്ടി ഉണ്ടായിട്ട് ഞാൻ ഈ കടമൊക്കെ വീട്ടിക്കൊള്ളാം. പേടിയാണോ? ഈ ആബയ്ക്ക് ബോട്ടിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഒരുപാട് പുഷ് ചെയ്തിട്ടാണ് കയറ്റിയത്. അഗ്ഗു പിന്നെ ആദ്യമേ പറഞ്ഞു ഞാൻ ജാനീനെ എടുക്കുള്ളൂ എന്ന്. അങ്ങനെ കുറേ കാത്തിരുന്ന് നമുക്കൊരു ബോട്ട് കിട്ടി. അഗ്ഗു ബൈ. ഈ ബോട്ടിങ് ഒരു 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. പെർ ഹെഡ് 50 റുപ്പീസാണ്. പിന്നെയാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്താണ് കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടി ഉണ്ടായിരുന്നു. അതിന് എക്സ്ട്രാ എൻട്രി ഫീ ആണ്. സായിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ ഈ പാർക്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടത്. കുഞ്ഞിനെയും പിടിച്ച് വെള്ളത്തിൻ്റെ നടുവിലൂടെ ഓടുന്നൊരു മാലാക, ആ ഒരു എസ്തറ്റിക് ഷോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ കുലുക്കി ഹബ്ബിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെയോ സ്നാക്സ് വാങ്ങി. കുഞ്ഞിനെയും കുലുക്കിക്കൊണ്ട് ഞാൻ അതൊക്കെ കഴിച്ചു. രാത്രിയിൽ ഈ സ്ഥലം കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു, കുറേ ലൈറ്റൊക്കെ ആയിട്ട്. അതെ, ജസീലിന് ഈ സ്ഥലം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിപ്പോൾ വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും പോയാൽ മതി എന്നുള്ള മൂടാ. അതുകൊണ്ട് എനിക്ക് ഈ യാത്ര നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.